ഹായ്, ഇസ് മൈ ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിയോട് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈവ് വാസ്റ്റ് കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് 10 ഫേവറേറ്റ് മൂവീസ് ഓഫ് ജയറാമേട്ടൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 10 സിനിമകൾ, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ തവണ കണ്ട ജയറാം ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 10 സിനിമകളിൽ 10ാം സ്ഥാനത്തുള്ളത് കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടനാണ്. 1998 പുറത്തിറങ്ങിയ സിനിമ. രാജസേനനായിരുന്നു ചിത്രത്തിൻ്റെ സംവിധായകൻ. മനോഹരമായ ഗാനങ്ങൾ കൊണ്ടും പ്രത്യേകിച്ച് അതിലെ ആവണി പൊന്നുഞ്ഞാൽ എന്നൊരു പാട്ട് എൻ്റെ ഒരു ഫേവറേറ്റാണ്, MG ശ്രീകുമാർ ആലപിച്ചത്. അപ്പോൾ നമ്പർ 9 എന്ന് പറയുന്നത് സ്വപ്നലോകത്തെ ബാലഭാസ്കരനാണ്. 1996 പുറത്തിറങ്ങിയ സിനിമ. രാജസേനൻ തന്നെയായിരുന്നു ചിത്രത്തിൻ്റെ സംവിധായകൻ. നമ്പർ 8 ഞങ്ങൾ സന്തുഷ്ടരാണ്. 1999 പുറത്തിറങ്ങിയ സിനിമ. രാജസേനൻ തന്നെയായിരുന്നു ഈ ചിത്രത്തിൻ്റെയും സംവിധായകൻ എന്ന് പറയുന്നത്. നമ്പർ 7 സൂപ്പർമാൻ. 1997 പുറത്തിറങ്ങിയ സിനിമ. മെക്കാർട്ടിനായിരുന്നു ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ. നമ്പർ 7 സൂപ്പർമാൻ. നമ്പർ 6 ഉത്തമൻ. 2001 പുറത്തിറങ്ങിയ സിനിമ. അനിൽ ബാബു ആയിരുന്നു ചിത്രത്തിൻ്റെ സംവിധായകൻ എന്ന് പറയുന്നത്. വളരെ ഫേവറേറ്റായ ഒരു ചിത്രമാണ് ഉത്തമൻ. നല്ല ഡയലോഗുകൾ കൊണ്ടും നല്ലൊരു ക്യാരക്ടറായിരുന്നു ജയറാമേട്ടന് ഉത്തമന്. ബാബുവാനണിയുടെയൊക്കെ ആ ഒരു ക്യാരക്ടർ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നതാണ് ഉത്തമൻ എന്നത്. നമ്പർ 5 ആദ്യത്തെ കൺമണി. 1995 പുറത്തിറങ്ങിയ സിനിമ. രാജസേനനായിരുന്നു ചിത്രത്തിൻ്റെ സംവിധായകൻ എന്ന് പറയുന്നത്. കോമഡികൾ കൊണ്ട് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ആദ്യത്തെ കൺമണി എന്നത്. നമ്പർ 4 സമ്മർ ഇൻ ബത്ലഹേം. 1998 പുറത്തിറങ്ങിയ സിനിമ. സിബി മലയിലായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. ജയറാമിനൊപ്പം സുരേഷ് ഗോപിയും അതോടൊപ്പം ലാലേട്ടൻ ഗസ്റ്റ് റോളിലും വന്ന് മനോഹരമായ ഗാനങ്ങൾ കൊണ്ടും ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയായിരുന്നു, അല്ലെങ്കിൽ വളരെ ഫീൽ ഗുഡ് മൂവിയായിരുന്നു സമ്മർ ഇൻ ബത്ലഹേം എന്നത്. നമ്പർ 3 മേലെപ്പറമ്പിലെ ആൺവീട്. 1995 പുറത്തിറങ്ങിയ സിനിമ. രാജസേനനായിരുന്നു ചിത്രത്തിൻ്റെ സംവിധായകൻ. വളരെ മനോഹരമായ കോമഡികൾ കൊണ്ടും വളരെയധികം എൻ്റർടൈൻ ചെയ്യുന്നു, ഇപ്പോൾ കണ്ടാലും വളരെയധികം ചിരി പടർത്തുന്ന സിനിമയാണ് മേലെപ്പറമ്പിലെ ആൺവീട് എന്നത്. നമ്പർ 2 ഫ്രണ്ട്സ്. 2001 പുറത്തിറങ്ങിയ സിനിമ. സിദ്ദിഖായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. അതും ഈ പറഞ്ഞ പോലെ കോമഡികൾ കൊണ്ട് റിപ്പീറ്റ് അടിച്ച് കാണുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോഴും റിപ്പീറ്റ് അടിച്ച് കാണുന്ന സിനിമ ഒരുപക്ഷെ ഫ്രണ്ട്സ് ആയിരിക്കും. ശ്രീനിവാസൻ്റെ ഈ ഒരു ക്യാരക്ടർ ഒരിക്കലും മനസ്സിൽ നിന്ന് പോവുകയില്ല. മനോഹരമായ ഒരു ചിത്രമായിരുന്നു ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ നമ്പർ 1 ഞാൻ ഏറ്റവും കൂടുതൽ തവണ കണ്ട ജയറാം ചിത്രം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജയറാമേട്ടൻ ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ 2003 ഡിസംബർ 25 ഒരു ക്രിസ്മസ് ദിനത്തിൽ മലയാളികളെ പിടിച്ചു കുലുക്കിയ സിനിമ മനസ്സിനക്കരയാണ്. ഇളയരാജയുടെ മനോഹരമായ ഗാനങ്ങൾ കൊണ്ടും നല്ലൊരു ഫീൽ ഗുഡ് മൂവിയായിരുന്നു മനസ്സിനക്കര എന്നത്. സത്യനന്ദിക്കാടായിരുന്നു ചിത്രത്തിൻ്റെ സംവിധായകൻ. വളരെയധികം ഇപ്പോഴും TV-യിലൊക്കെ കണ്ടാൽ, അല്ലെങ്കിൽ ഫോണിലും ആണെങ്കിലും റിപ്പീറ്റ് അടിച്ച് കാണുന്നൊരു ചിത്രമാണ് മനസ്സിനക്കര എന്നത്. മറക്കുടയാണെന്നുള്ളൊരു പാട്ടും എൻ്റെ ഒരു ഫേവറേറ്റ് ആണെന്ന് പറയും. അപ്പോൾ ഇവയെല്ലാമാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട ജയറാം ചിത്രങ്ങൾ എന്നത്. ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റുകളൊന്ന് നോട്ട് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. എല്ലാം ഏറെക്കുറെ 90 കാലഘട്ടത്തിൽ, അതായത് 95 മുതൽ 2000 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു സുവർണ്ണ കാലഘട്ടം എന്ന് പറയാം. നല്ല സിനിമകൾ മലയാളത്തിന് നൽകിയതാണ് അദ്ദേഹം. മലയാളികളുടെ കുടുംബ പ്രേക്ഷകർ, ഫാമിലി ഓഡിയൻസിൻ്റെ സപ്പോർട്ട് അദ്ദേഹത്തിന് വളരെയധികം കൂടുതലായിരുന്നു. കുടുംബപ്രേക്ഷകരുടെ നായകൻ എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്, ജയറാമേട്ടൻ. അപ്പോൾ ഇവയെല്ലാമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജയറാം ചിത്രങ്ങൾ എന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.